ക്ലാസ് ആണ് അഗ്നിവീറിൻ്റെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് തന്നെ പോവാം. ഞാനിത് ഒരു കോട്ടായിട്ടാണ് വന്നേക്കുന്നത്. വാട്ട് യു ഡു ടുഡേ ക്യാൻ ഇംപ്രൂവ് ഓൾ യുവർ ടുമോറോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നന്നായിട്ട് വർക്ക് ഹാർഡ് ചെയ്താൽ നമ്മുടെ നാളുകൾ നമുക്ക് നല്ല കളർഫുൾ ആയിരിക്കും എന്നാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കോട്ടോടുകൂടി തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ജനറൽ ഡ്യൂട്ടിക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 15 ആണ്. അപ്പോൾ ടോട്ടൽ മാർക്സ് വരുന്നത് 30 മാർക്സ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമാണ്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. അതുപോലെ തന്നെ ടെക്നിക്കൽ പോസ്റ്റ് ആകുമ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 15 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോഴും മാർക്ക് 60 ആണ്. അപ്പോൾ നമുക്ക് അറിയാം ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു മാർക്കാണ്. അതേപോലെ തന്നെ ക്ലർക്ക് പോസ്റ്റ് ഉണ്ട്. ക്ലർക്ക് പോസ്റ്റിന് 10 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. മാർക്ക് 40 ആണ്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് തന്നെ, നെഗറ്റീവ് 1 മാർക്ക്. അപ്പോൾ ഈ ഡീറ്റെയിൽ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിനി ഡയറക്റ്റ് ടോപ്പിക്സിലോട്ട് തന്നെ പോവാം. ഫസ്റ്റ് സ്ക്വയേഴ്സും ക്യൂബ്സും ആണ് നമ്മളിന്ന് നോക്കുന്നത്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഞാൻ സ്ക്വയേഴ്സ് കൊണ്ടുവന്ന് എന്തിനെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നമുക്ക് ഏതൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ അത് പിന്നെ അങ്ങ് നമുക്ക് സ്മൂത്ത് ആയിട്ട് ആ ഒരു കാര്യം പഠിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു 20 നമ്പർ വരെ ഉള്ളത് പഠിക്കുക. അതേപോലെ തന്നെ ക്യൂബ്സും ഉണ്ട്. ക്യൂബ്സ് എന്ന് പറയുന്ന ഒരു 10 വരെ പഠിച്ചാൽ മതി. അപ്പോഴേ നമ്മൾ ഇന്ന് കൊണ്ട് ആദ്യം നമ്മൾ 1ൻ്റെ സ്ക്വയർ ആണ്. സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ നമ്മൾ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് 1നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്താ 1 തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ 2നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടും. 3നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 കിട്ടും. അതേപോലെ 4നെ ആണെങ്കിലോ 16 ആണ്. 5നെ 25, 6 36, 7 49. നമ്മളിപ്പോൾ തന്നെ ഈ ഒരു 20 നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും അങ്ങ് പഠിച്ച് പോവുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. പിന്നെ എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തത് 8ൻ്റെ സ്ക്വയർ എന്താ? 8ൻ്റെ സ്ക്വയർ എത്രയാ? 64 ആണ് വരുന്നത്. അതേപോലെ 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81 ആണ് വരുന്നത്. 10ൻ്റെ സ്ക്വയർ നമുക്കറിയാം 100 ആണ്. അതേപോലെ 11 തൊട്ട് 10 വരെയുള്ള നിങ്ങൾക്ക് അത്യാവശ്യം അറിയായിരിക്കും. 11 തൊട്ടായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ 11 തൊട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചോ. 11ൻ്റെ സ്ക്വയർ എന്താണ് വരുന്നത്? 121 ആണ് വരുന്നത്. അതേപോലെ 12ൻ്റെ സ്ക്വയർ എന്താണ്? 144 ആണ് വരുന്നത്. അപ്പോൾ 13ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 169 ആണ്. 14ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 196 ആണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ. 11ൻ്റെ സ്ക്വയർ എന്തുവായിരുന്നു? 121 ആയിരുന്നു. 12ൻ്റെ സ്ക്വയർ എന്തുവാ? 144 ആണ്. 13ൻ്റെ സ്ക്വയർ 169 ആണ്. 14ൻ്റെ സ്ക്വയർ 196 ആണ്. അപ്പോൾ അടുത്ത 15ലോട്ട് പോവാം. 15ൻ്റെ സ്ക്വയർ എന്തുവാ? 15ൻ്റെ സ്ക്വയർ 225. 16ൻ്റെ സ്ക്വയർ 256. 17ൻ്റെ സ്ക്വയർ 289. 18ൻ്റെ സ്ക്വയർ 324. 19ൻ്റെ സ്ക്വയർ 361. 20യുടെ സ്ക്വയർ എന്താ? 400 ആണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ. എന്താണ് 15ൻ്റെ സ്ക്വയർ? എൻ്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു പോവാം. നിങ്ങൾക്ക് എളുപ്പമല്ലേ? അപ്പോൾ ആരെങ്കിലും ഒരാൾ പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ 15ൻ്റെ സ്ക്വയർ എന്താണ്? 225. 16ൻ്റെ സ്ക്വയർ 256. 17ൻ്റെ സ്ക്വയർ 289. 18ൻ്റെ സ്ക്വയർ 324. 19ൻ്റെ സ്ക്വയർ എന്താ? 361. 20യുടെ സ്ക്വയർ 400. ഇത്രയും പഠിച്ചല്ലോ. ഇത്രയും ഓർമ്മയുണ്ടോ? ഒന്നും കൂടെ ഒന്ന് എടുത്തു നോക്കണം നിങ്ങൾ. ഇനി അടുത്ത് എന്താ? നമ്മൾ ക്യൂബ്സിലോട്ടാണ് പോകുന്നത്. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് ക്യൂബ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ 1 ആണ് ക്യൂബ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1ന്റെ ക്യൂബ് ആണെങ്കിൽ 1 അതേപോലെ 2ന്റെ ക്യൂബ് ആണെങ്കിൽ എന്താണ് 2 8. അടുത്തത് 3 ആവുമ്പോൾ 3 പ്രാവശ്യം 3 മൾട്ടിപ്ലൈ ചെയ്യുക 27. അല്ലെങ്കിൽ നോക്കിക്കേ 3 × 3 എന്താണ് 9 × 3 എന്താണ് 27. അതേപോലെ തന്നെ 4ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ 4നെ നമ്മൾ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു. 4 × 4 നമുക്കറിയാം എന്താണ് 16 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു 16 ആണ്. അതിനെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 64 കിട്ടും. അതേപോലെ തന്നെയാണ് 5 × 5 നമുക്കറിയാം 25 ആണെന്ന്. അപ്പൊ അതിനെ തന്നെ ഒരു പ്രാവശ്യം കൂടെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 125 കിട്ടും. ഇനി 6ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 6നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 36. പിന്നെ ആ 36ന് ഒരു പ്രാവശ്യം കൂടെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കിട്ടും 216 കിട്ടും. ഇനി 7ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 7നെയും 3 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 7 എന്ന് പറയുമ്പോൾ 49 × 7 343 നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്ര ഒന്ന് ഓർത്ത് നോക്കിയേ. 1ന്റെ ക്യൂബ് 1, 2ന്റെ ക്യൂബ് 8, 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64, 5ന്റെ ക്യൂബ് 125, 6ന്റെ ക്യൂബ് 216, 7ന്റെ ക്യൂബ് എത്രയാണ് 343. നമുക്കിനി അടുത്തത് ബാക്കി നോക്കാം. ബാക്കി 8ന്റെ ക്യൂബ് എത്രയാണ് 8 × 8 എന്ന് പറയുന്നത് നമുക്ക് 64 ആണ്. 64 × 8 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും ഒന്ന് ചെയ്ത് നോക്കിക്കേ. 64 × 8 32, 3 6 8 48, 51, 512. അപ്പൊ നമുക്ക് 512 കിട്ടും. അതേപോലെ തന്നെ 9ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ 9 × 9 × 9 എന്ന് പറയുമ്പോൾ 81 ആണല്ലോ. 9 × 9 81 ആണ്. 81ന്റെ കൂടെ ഒരു 9 കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 729 നമുക്ക് ആൻസർ കിട്ടുന്നത്. അതേപോലെ തന്നെ 10ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് 10 × 10 × 10 1000 നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ അത്ര മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് 8ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ 512. അതേപോലെ തന്നെ 9ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 729. 10ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ് 1000. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കുക. നമ്മൾ ഇതൊക്കെ എഴുതി വെച്ചേക്കുക ദിവസവും നോക്കുക. എന്നാലേ നമുക്കത് മനസ്സിൽ പതിയത്തുള്ളൂ. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഈ ഒരു ക്യൂബ്സും സ്ക്വയേഴ്സും എല്ലാ ദിവസവും എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. നമുക്ക് മനസ്സിൽ ഓർമ്മ നിൽക്കും. നമ്മൾ ഈ വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടിയും എഴുതി പഠിക്കുന്നതാണല്ലോ മനസ്സിൽ കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് എഴുതി, പറ്റുമെങ്കിലല്ല നമ്മുടെ ആവശ്യമാണ്, നമുക്കൊരു ജോലി വേണ്ടേ. അതുകൊണ്ട് നമ്മൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് ഒന്ന് കഷ്ടപ്പെട്ടാൽ നമുക്കൊരു നല്ല ജോലി കിട്ടും. അപ്പോൾ നമ്മൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ കൊണ്ടുവരുന്നത്. മിക്കതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അഡീഷണൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇടുന്നതേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് ക്വസ്റ്റ്യൻ. നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കിക്കേ, ഓപ്ഷൻസ് എല്ലാം ഒന്ന് നോക്കിക്കേ. നമ്മൾ സ്ക്വയേഴ്സിൽ പഠിച്ചപ്പോൾ 81 കണ്ടിട്ടുണ്ടോ? 81 കണ്ടിട്ടുണ്ടല്ലോ. എന്താണ് 9 × 9 അല്ലേ 81 എന്ന് പറയുമ്പോൾ അതൊരു 81 എന്ന് പറയുന്നത് 9ന്റെ സ്ക്വയർ ആണ് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഈ 100 എന്ന് നോക്കിക്കേ. 100 എന്ന് പറയുന്നത് എന്താ 10 × 10 അല്ലേ 100 എന്ന് പറയുമ്പോൾ എന്താണത് 10ന്റെ സ്ക്വയർ ആണ് നമ്മുടെ 100 എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ 121 സ്ക്വയേഴ്സിൽ കണ്ടിട്ടുണ്ടല്ലോ. എന്താണ് 11 × 11 ആയിരുന്നു 121 അല്ലേ. അപ്പോഴേ എന്താണ് 11ന്റെ സ്ക്വയർ ആണ് 121. പക്ഷെ നമ്മൾ ഈ 18 കണ്ടിട്ടുണ്ടോ? 18 കണ്ടിട്ടില്ല. 18 ഇല്ല. നമുക്ക് ആകെ അറിയാവുന്ന ഏതായിരുന്നു 4ന്റെ സ്ക്വയർ 16 ആയിരുന്നു. അപ്പോഴ് നമുക്ക് 18 ആണ് നമ്മുടെ ആൻസർ. 18 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി സെയിം മോഡൽ തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇതിൽ ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ആ സ്ക്വയേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ ടേബിൾ ഞാൻ പറഞ്ഞു തന്നില്ലേ.
അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 37 എടുത്തേക്കുന്നത്. 37 എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും നമ്മൾ സ്ക്വയർസ് എടുത്തപ്പോൾ 37 കണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ 37 ഒന്നിന്റെ സ്ക്വയർ അല്ല. അല്ലെങ്കിൽ തന്നെ ഒന്ന് നോക്കിക്കേ, ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. സ്ക്വയർസ് പഠിച്ചപ്പോൾ 7 ലാസ്റ്റ് ഡിജിറ്റ് വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ കണ്ടായിരുന്നോ? ഇല്ല. അപ്പോഴ് 37 അല്ല. ഇനി 36 നമ്മൾ കണ്ടിരുന്നല്ലേ? എന്തായിരുന്നു? 6ന്റെ സ്ക്വയർ. 6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 × 6 ആയിരുന്നു നമുക്ക് 36 അല്ലേ? അതവിടെ ഇരിക്കട്ടെ. ഇനി 40 നമ്മൾ സ്ക്വയർസിലൊന്നും കണ്ടില്ലല്ലോ. 40 നമ്മൾ സ്ക്വയർസിലൊന്നും കണ്ടിട്ടില്ല. അപ്പൊ 40 അല്ല. അതേപോലെ തന്നെ നമ്മൾ 39 നോക്കിയാൽ 39 നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്തുവാ? 36 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നമ്മൾ കൺവേർഷൻ ടു ഫ്രാക്ഷൻ ആണ്. കൺവേർഷൻ ടു ഫ്രാക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു നമ്പറിനെ ഇതിന്റെ ആൻസർ പറയണം. 12നെ 100 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. ഇതിനെ നമ്മൾ ഡെസിമൽ ആക്കുന്നത് എങ്ങനെയാ? പോയിന്റ് എങ്ങോട്ട് മാറും? 12നെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് എങ്ങോട്ട് മാറും? പോയിന്റ് ലെഫ്റ്റിലോട്ടല്ലേ മാറുന്നത്? ഡിവിഷൻ ചെയ്യുമ്പോൾ പോയിന്റ് ലെഫ്റ്റിലോട്ട് പോകും. അതേപോലെ തന്നെ ഇതിന്റെ ആൻസർ എന്താ വരും? 0.12. 0.12 വരാൻ കാരണം എന്താ? 100 എന്ന് പറയുമ്പോൾ പോയിന്റ് 2 സ്ഥാനം മാറ്റി ഇട്ട് കൊടുക്കണം. നമ്പർ ഓഫ് സീറോസ് വെച്ചിട്ടാണ് നമ്മൾ സ്ഥാനം പറയുന്നത്. അപ്പോൾ 100ൽ 2 0 ഉണ്ട്. അതുകൊണ്ട് തന്നെ മുകളിലത്തെ ന്യൂമറേറ്ററിനെ നമ്മൾ 2 സ്ഥാനം മാറ്റി ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ആൻസർ എങ്ങോട്ടാ? ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പോയിന്റ് ലെഫ്റ്റിലോട്ടാണ് പോവേണ്ടത്. എന്ന് പറയുമ്പോൾ 12 ഇവിടെ വരെ ആകുമ്പോൾ 1 സ്ഥാനം മാറി. പിന്നെ 1 സ്ഥാനം ഇങ്ങോട്ടും കൂടെ വരുമ്പോൾ 2 സ്ഥാനം മാറി. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരുന്നേ? 0.12. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണ്? ഡിവിഷൻ ചെയ്യുമ്പോൾ പോയിന്റ് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ, ഇപ്പൊ വേറൊരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞുതരാം. 125 ഡിവൈഡ് ബൈ 100. അപ്പൊ ഡിവൈഡ് ബൈ 100 വേണ്ട, വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. 35 ഡിവൈഡ് ബൈ 1000. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെയാ വരുന്നത്? നമ്മൾ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടേണ്ടത് അല്ലേ? എന്ന് വെച്ചാൽ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനം വരണം. അപ്പൊ ഡിവിഷൻ ആകുമ്പോൾ നമ്മുടെ പോയിന്റ് എങ്ങോട്ടാ പോകുന്നത്? ലെഫ്റ്റിലോട്ട് പോകും. ലെഫ്റ്റിൽ എത്ര എന്ന് വെച്ചാൽ എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് 1 സ്ഥാനമായി, ഇത് 2 സ്ഥാനമായി. ഇനി ആൾക്കാരില്ല, അതുകൊണ്ട് നമ്മൾ എന്തോ ഇടണം? 0 ഇട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങോട്ട് പോവുക, ഇവിടെ പോയിന്റ് വരും, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 0.035 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഇനി മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ തന്നേക്കുക, 0.25 × 10 എന്ന് തന്നേക്കുന്നു. അപ്പൊ ഈ പോയിന്റ് എങ്ങോട്ടാ മാറുന്നത്? പോയിന്റ് എങ്ങോട്ട് മാറും? ഇതൊക്കെ നമ്മൾ കുഞ്ഞിലേ പഠിച്ച കാര്യങ്ങളാണ്. ഒന്നും കൂടെ നിങ്ങൾക്കൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോഴേ നമുക്ക് ഈ 0.25 എന്ന് പറയുമ്പോൾ എങ്ങോട്ട് മാറും? ഈ ഒരു പോയിന്റ് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പോയിന്റ് എങ്ങോട്ട് മാറും? റൈറ്റിലോട്ട് മാറും. ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ 10ന് 1 0 അല്ലേ ഉള്ളൂ. അപ്പോൾ 1 സ്ഥാനം റൈറ്റിലോട്ട് മാറ്റുക. അപ്പൊ ആൻസർ 2.5 ആണ് വരുന്നത്. അപ്പൊ എത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 0.25 ആണല്ലോ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 25/100 എന്നാണ് എഴുതുന്നത്. 25/100 എന്ന് പറയുമ്പോൾ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് 25ന്റെ ടേബിൾ വെച്ച് തന്നെ കട്ട് ചെയ്യാം. 25 × 1 25, 25 × 4 ആണ് 100. അപ്പൊ നമ്മുടെ ആൻസർ 1/4. ഇനി നിങ്ങൾക്ക് 25ന്റെ ടേബിൾ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, 25 വെച്ച് കട്ട് ചെയ്യാം. 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? മുകളിൽ 5 വരും, താഴെ 20 വരും. വീണ്ടും 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 1 വരും, 4 വരും. 1/4. കറക്റ്റ് ആൻസർ കിട്ടിയല്ലോ. നമുക്ക് എങ്ങനെ ചെയ്താലും ആൻസറിലോട്ട് നമ്മൾ കറക്റ്റ് ആൻസറിലോട്ട് എത്തുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 1/4 ആണ് നമ്മുടെ ആൻസർ. 1/4 ആണ് ആൻസർ വരുന്നത്.
അപ്പൊ മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് അടുത്തത് 0.125 ആണല്ലോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആൾക്കാരുണ്ട്? 3 പേരുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്തോ എഴുതണം? 125 ഡിവൈഡ് ബൈ 1000 എന്നല്ലേ വരുന്നത്. ഇത് സംശയമില്ലല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് 25ന്റെ ടേബിൾ വെച്ച് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്യാം. എങ്ങനാ? 25 × 5 ആണ് 125. അതേപോലെ തന്നെ 25 × 4 ആണ് 100. ആ സീറോയും കൂടെ, പക്ഷെ ബാലൻസ്ഡ് 0 ഉണ്ട്, അപ്പൊ 40 വരും. പിന്നെ ഈ 5 ഈ 40 കൂടെ കട്ട് ചെയ്ത് 1/8 ആണ്. 1000 കട്ട് 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 25/200 എന്ന് വരും. ഇനി അതിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 5/40 എന്ന് വരും. വീണ്ടും 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 1/8 എന്ന് വരും. പെട്ടെന്ന് ബാക്കിലോട്ട് ആയപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി ഞാൻ എവിടെ വരെ ചെയ്തെന്ന്. അതാ കേട്ടോ. അപ്പൊ 1/8 ആണ് ആൻസർ. അപ്പോൾ 1/8 ആണ് നമുക്ക് ആൻസർ എടുക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഇനി അടുത്തത് പവർ റൂൾ ആണ്. പവർ റൂൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പവർ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ചില ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് a⁻m × a⁻n ഫോമിലൊക്കെ തന്നേക്കില്ലെന്ന് വെച്ചാൽ നമുക്ക് സെയിം ബേസ് ആയിരിക്കും, രണ്ടുപേർക്കും സെയിം ബേസ് ആയിരിക്കും, പക്ഷെ പവേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. നോക്കിക്കേ, 2⁻2 × 2⁻3 എന്നൊക്കെ ചില ക്വസ്റ്റ്യനിൽ എക്സ്പൊണൻസ് ആയിട്ട് ചോദിക്കും അല്ലേ. അപ്പോ നമ്മൾ ഇതിനെ എങ്ങനെയാ ചെയ്യുന്നത്? നമുക്ക് ഇതിന് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? സാധാരണ ഒരു രീതിയിൽ ചിലപ്പോൾ റൂൾ അറിയാത്ത ഒരാളാണെങ്കിൽ 2⁻2 നമ്മൾ 4 എന്ന് എഴുതും. അതേപോലെ 2⁻3 നമ്മൾ എന്ത് എഴുതും? 8 എന്ന് എഴുതും. 8 × 4 32 എന്ന് എഴുതും. അങ്ങനെയും എഴുതാം. ഇതിപ്പോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. പക്ഷെ വലിയ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഇതിന്റെ a⁻m × a⁻n എന്ന് പറഞ്ഞാൽ എന്താ? a⁻m+n എന്നാണ് നമ്മുടെ റൂള്. എന്ന് പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കുവാണെങ്കിൽ 2⁻2 + 3 എന്ന് പറയുന്നത് 2⁻5 ആണ് നമ്മുടെ ആൻസർ. 2⁻5ന്റെ ആൻസർ എന്താ? 2നെ നമ്മൾ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 2നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ 8 വന്നു. പിന്നെ 2നെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? 2 × 2 എന്ന് പറയുമ്പോൾ 4. 8 × 4 എന്ന് പറയുന്നത് 32. 32 അല്ലേ നമ്മൾ ആൻസർ വരുന്നത്. ഇനി നമ്മൾ ഈ പവർ റൂൾ എപ്പോഴൊക്കെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പവർ റൂൾ കുറച്ചും കൂടെ ഉണ്ട്. എപ്പോഴൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബേസ് സെയിം ആയിരിക്കണം. ഇവിടെ എ ആണെങ്കിൽ ഇവിടെയും എ തന്നെ വരണം ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ. അല്ലാതെ ഇവിടെ ഇപ്പൊ എ വന്ന് ഇവിടെ ഇപ്പൊ b⁻n എന്നൊക്കെ വന്നാൽ നമുക്ക് പവർ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇത് മൾട്ടിപ്ലിക്കേഷന്റെ റൂളാണ്. ഇനി ഡിവിഷന്റെ റൂൾ ഉണ്ട്. a⁻m ഡിവൈഡ് ബൈ a⁻n എന്ന് പറഞ്ഞാൽ എന്താ? a⁻m−n. ഒരു എക്സാമ്പിള് ഇപ്പൊ 3⁻4 ഡിവൈഡ് ബൈ 3⁻2 എന്ന് തന്നേക്കുവാണ്. അപ്പൊ എന്താണ് വരിക? 3⁻4 - 2 എന്ന് പറയുന്നത് 3⁻2 = 9 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മളിപ്പോ മൾട്ടിപ്ലിക്കേഷന്റെ റൂളും പഠിച്ചു, ഡിവിഷന്റെ റൂളും പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് പവേഴ്സിന്റെ റൂൾസും കൂടെ പഠിക്കാം. പവേഴ്സിന്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ ചില ക്വസ്റ്റ്യനിൽ ഇപ്പൊ a⁻m (n) എന്ന് കൊടുത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇതിനെങ്ങനെ സോൾവ് ചെയ്യുന്നത്? a⁻m × n എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. എന്ന് പറയുമ്പോൾ a⁻m. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ 2⁻3² എന്നാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ എങ്ങനെ എഴുതുന്നത്? 2⁻3 × 2 എന്ന് വരും. എന്ന് പറയുന്നത് 3⁻6 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഇപ്പോ നമ്മുടെ ചില ക്വസ്റ്റ്യനിൽ a⁻1/3 എന്ന് കാണിക്കും. ഈ 1/3 എന്ന് വെച്ചാൽ എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് a എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്യൂബ് റൂട്ട് എന്ന് വെച്ചാൽ എന്തുവാന്ന് ഞാൻ പറഞ്ഞുതരാം. ക്യൂബ് റൂട്ട് നമുക്കറിയാലോ, നമ്മളെ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചതാണ്. നിങ്ങളുടെ ബ്രഷപ്പ് ചെയ്ത് പറഞ്ഞു തരാം ഞാൻ. അപ്പോ ക്യൂബ് റൂട്ട് ഓഫ് a⁻1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് a ആണ്. അതേപോലെ തന്നെ a⁻1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് a ആണ്. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നമ്മുടെ ബേസിക് ആയിട്ടുള്ള റൂൾ എന്ന് പറഞ്ഞാൽ ഇത് ഡിവിഷൻ റൂള്, അതേപോലെ ഇത് മൾട്ടിപ്ലിക്കേഷന്റെ റൂളാണ്. അതിന്റെ ആൻസർ ഇവിടെയാണ് കിടക്കുന്നത്. മൊത്തം മിസ്സപ്പ് ആയല്ലേ, നിങ്ങളിതൊന്ന് എഴുതിയെടുക്കണേ. അപ്പോൾ a⁻m × a⁻n = a⁻m+n ആണ്. അതേപോലെ തന്നെ ഇത് പവർ, ബേസിക് ആയിട്ടുള്ള പവേഴ്സിന്റെ ഓപ്പറേഷനാണ്. ഇത് അടുത്ത റൂള്. അതേപോലെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കണം. അപ്പൊ എത്രയും മനസ്സിലായല്ലോ. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 6 × 6⁻². ഇത് എങ്ങനെ ചെയ്യുന്നത്? 6 × 6⁻² എന്ന് പറഞ്ഞാൽ ഇവിടെ 6ന്റെ പവർ 1 ആണ്. നമ്മൾ അത് എപ്പോഴും ഓർക്കണം. 6 എന്ന് വെറും 6 എന്നോ വെറും 2 എന്നോ ഒക്കെ തരുവാണെങ്കിലും അതിന്റെ പവർ എന്താണ്? 1 ആണ്. പവർ എന്ന് വെച്ചാൽ എന്താ? 6⁻² എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാണ്? 6നെ നമ്മൾ 2 പ്രാവശ്യം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. അതേപോലെ 6⁻³ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യൂബ്, 6ന്റെ ക്യൂബ്, അതിനെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വരും? നമ്മൾ ഇത് a⁻m × a⁻n ഫോമിൽ കിടക്കുവാണ്. അപ്പോഴും നമ്മുടെ ആൻസർ എന്താണ്? a⁻m+n ആണ്. അപ്പൊ 6⁻1 + 2 എന്ന് പറയുന്നത് 6⁻³ ആണ് നമ്മുടെ ആൻസർ. എന്താണ് ഈ 6⁻³ എന്ന് പറയുന്നത്? ക്യൂബ് ഓഫ് 6, 216 അല്ലേ ആൻസർ വരുന്നത്. അപ്പോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 216 ആണ്. മനസ്സിലായല്ലോ. അപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഇത് ഡിവിഷൻ റൂള്. നമ്മൾ നേരത്തെ മൾട്ടിപ്ലിക്കേഷന്റെ റൂള് നോക്കി. ഇനി അടുത്തത് ഡിവിഷൻ റൂളാണ്. ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത് 5⁻6 ഡിവിഷൻ 5⁻4 എന്നാണ് കിടക്കുന്നത്. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? a⁻m ഡിവിഷൻ a⁻n ആണ് എന്ന് പറയുമ്പോൾ a⁻m - n ആണ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനാ? 5⁻6 - 4 എന്ന് പറയുമ്പോൾ 5⁻2. അപ്പൊ 25, 5ന്റെ സ്ക്വയർ 25 അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചതാ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 25 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് നമ്മൾ ക്വസ്റ്റ്യന്റെ ലെവൽ കുറച്ച് കൂട്ടിയെന്നേ ഉള്ളൂ. പെന്ന് വരുന്നില്ലല്ലോ. ശരിയാ. ഇനി അടുത്തത് 64⁻²/2/3. 64⁻²/3. ഇതിനെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? നമുക്ക് സോൾവ് ചെയ്യാൻ നല്ല ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിത്തിങ് ⁻1/3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യൂബ് റൂട്ട് ആണ്. അപ്പൊ നമ്മൾ അതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട. നമുക്ക് ഈ 4 എന്ന് വെച്ചാൽ 64 എന്ന് വെച്ച് എന്തെന്നറിയാം? 64 എന്ന് പറയുന്നത് 8ന്റെ സ്ക്വയറുമാണ്, അതേപോലെ തന്നെ 4ന്റെ ക്യൂബും അല്ലേ. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം? 4ന്റെ ക്യൂബ് ആക്കി എടുക്കണം. കാരണം ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ട്, നമുക്ക് കട്ട് ചെയ്ത് ഡിനോമിനേറ്റർ 3 ഉണ്ട്, കട്ട് ചെയ്ത് കളയാനുള്ള എളുപ്പത്തിലാണ്. അത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാ 4 എടുത്തത്. അപ്പൊ 4⁻3 ആണല്ലോ 64 എന്ന് പറയുന്നത്. 4⁻3 എന്ന് നമുക്ക് ബ്രാക്കറ്റ് ചെയ്താം. പക്ഷെ എന്റെ വെളിയിൽ എന്താണ്? 2/3 ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു റൂള് പറഞ്ഞു തന്നായിരുന്നല്ലോ. പവേഴ്സ് തമ്മിലുള്ള ഓപ്പറേഷൻ എന്താണ്? പവേഴ്സ് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം പവേഴ്സ് തമ്മിൽ. 4⁻3 × 2/3 അല്ലേ. അപ്പോ ഈ 3യും സാധാരണ പോലെ നമ്മൾ കട്ട് ചെയ്താൽ മതി. ഇത് ന്യൂമറേറ്ററിൽ കിടക്കുന്ന 3, ഇത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 3. അതുകൊണ്ട് തന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷനുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് കട്ട് ചെയ്യാം. അപ്പൊ ആൻസർ എന്താ വരുന്നത്? 4⁻2. 4⁻2 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ എന്താണ്? 16. ആൻസർ എന്താ? 16 ആണ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒന്നും കൂടെ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ 2/3 ആണല്ലോ. 2/3 എഴുതിയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇപ്പൊ ഇവിടെ സ്ക്വയർ ആയിരുന്നെങ്കിൽ 8ന്റെ സ്ക്വയർ എന്ന് എടുത്താൽ മതിയായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ 2 ആയിരുന്നു, സ്ക്വയർ അല്ല. 2/2 എന്നാണ് ഇപ്പൊ തന്നിരുന്നെങ്കിൽ, ഇപ്പൊ ഇവിടെ 2 ആയിരുന്നെങ്കിൽ നമുക്ക് ഈ 64നെ
4 അല്ല 8 raised to 2 എന്നങ്ങ് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ 3 ആയതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻസ് ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ 4 raised to 3 into 2 raised to 3 ആണല്ലോ. 4 raised to 3 എന്ന് പറഞ്ഞാൽ ക്യൂബ് ഓഫ് 4. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 4 ക്യൂബ് 64 ആണെന്ന് അല്ലേ. അപ്പോൾ 4 ക്യൂബ് 64 ആണ്. അതുകൊണ്ട് 64ന് പകരം നമ്മൾ എന്ത് എഴുതി? 4 ക്യൂബ് എന്ന് ഇവിടെ എഴുതി. അതിന്റെ മുകളിൽ ആ 2/3 അതേപോലെ തന്നെ കിട്ടും. ഇനി നമ്മൾ പവേഴ്സിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞു പവേഴ്സിന്റെ റൂള്. അപ്പൊ ആ റൂള് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാം. 4 raised to 3 into 2/3. ആ 3യും ഇവിടുത്തെ 3യും കൂടെ കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് 4 സ്ക്വയർ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അതിന്റെ 4 സ്ക്വയറിന്റെ ആൻസർ എന്താണ്? 16 ആണ്. ഇത്രേ ഉള്ളൂ. നമുക്ക് എന്തുകൊണ്ടാണ് ഞാൻ സ്ക്വയേഴ്സ് കാണാതെ പഠിക്കണം, ക്യൂബ് കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞത് മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനാണ്. അപ്പോൾ സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമാണ്. ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കണ്ട. നമ്മുടെ ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. 64 raised to 2/3 whole raised to 1/2 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ സോൾവ് ചെയ്തു നേരത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ. അപ്പൊ അതെങ്ങനാ നമ്മുടെ ചെയ്യാലോ. 4 raised to 3 raised to 2/3 whole raised to 1/2 എന്നാണല്ലോ വരുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ സോൾവ് ചെയ്ത്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരുന്നത്? 4 raised to 3 into 2/3 into 1/2 എന്നല്ലേ വരുന്നത്. എന്ന് വെച്ചാൽ ഈ പവേഴ്സ് എല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യല്ലേ എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെ കട്ട് ചെയ്തു? ഈ 3യും കട്ട് ചെയ്യും, ഈ 2വും കട്ട് ചെയ്യും. ആൻസർ എന്താണ്? 4 raised to 1 എന്ന് പറയുന്നത് ആൻസർ എന്താണ്? 4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഇത് നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോയേ. അപ്പൊ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നാൽ മതി കേട്ടോ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കണ്ട് പേടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. സിമ്പിൾ ആണ്, നമ്മളൊന്ന് അധ്വാനിച്ചാൽ നമുക്ക് ഈ ഒരു ജോലി കിട്ടും. നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ച് നമ്മൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ സക്സസ് ആവാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഹാർഡ് വർക്കും ചെയ്യാം, കൂടുതൽ സ്മാർട്ട് വർക്കും വേണം. നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു കുറച്ച് നാളത്തേക്ക് ഹാർഡ് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ഒക്കെ ഒന്ന് കറക്റ്റ് ആയാൽ പിന്നെ നമുക്ക് സ്മാർട്ടായിട്ട് ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പിന്നെ പഠിപ്പിക്കുന്ന ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആദ്യം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാം. പിന്നെയും ഹാർഡ് വർക്ക് വേണം, പക്ഷെ നിങ്ങൾക്ക് അത്രയ്ക്ക് ചെയ്യേണ്ടി വരത്തില്ല. കാരണം നമുക്ക് എപ്പോഴും ബിഗിനിങ് ആയിരിക്കും പാട്. പിന്നെ നമ്മൾ ആ ഫ്ലോയിൽ വന്നാൽ നമുക്ക് അത്ര പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന എല്ലാം ഫോളോ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ ബേസിക് ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയാണ്. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നല്ല ടോപ്പിക്കൊക്കെ ഞാൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. അതിന്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അഡീഷണൽ ക്വസ്റ്റ്യൻസും ഇടുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 496 is divided by 6? സാധാരണ പോലെ അങ്ങ് ചെയ്താൽ മതി, നമ്മൾ പണ്ട് തൊട്ടേ ചെയ്യുന്നതല്ലേ. അപ്പോൾ അതെന്താണ്? 496 എഴുതുക, 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, 8 വരും. 48, 16, 1 റിമൈൻഡർ 6 ഇറക്കി. ഇനി ഇവിടെ 2 വരും, എന്താണ്? ഇവിടെ 12 വരും. 4 അല്ലേ നമ്മുടെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. ആൻസർ 4. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്യൂബും സ്ക്വയേഴ്സും എല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരും പഠിക്കുന്ന രീതി ഓരോന്നായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് പഠിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ വായിച്ച് പഠിക്കണം, പക്ഷെ ദിവസവും നിങ്ങളത് നോക്കണം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നോക്കുന്ന സ്ഥലങ്ങൾ, ഒന്നീ നിങ്ങൾ സ്റ്റഡി ടേബിളിലായിരിക്കും ഇരിക്കുന്നത്, അവിടെ ഏതെങ്കിലും ഒരു കോർണറിൽ നിങ്ങൾ ഒരു വലിയ ബോർഡിൽ അങ്ങനെ ഒട്ടിച്ച് വെക്കുകയോ അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പേര് എഴുതി പഠിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ എഴുതി പഠിക്കുന്നവർ എന്തോ ചെയ്യണം? എല്ലാ ദിവസവും ഈ സ്ക്വയേഴ്സും ക്യൂബ്സും ഒക്കെ ഒന്ന് എഴുതി പഠിക്കുക. അപ്പോൾ എന്തായാലും പറ്റും, നമുക്കിത് ക്രാക്ക് ചെയ്യണം. അതുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ കാണാം.